നമ്മളെ അമ്മേനെ ഹോസ്പിറ്റലിലാക്കുന്നതിന് 2 ദിവസം മുമ്പ് മാറ്റുകളൊക്കെ അകത്ത് ചവിട്ടിയിരുന്ന മാറ്റുകളൊക്കെ എടുത്തിട്ട് അലക്കുകല്ലിൽ കൊണ്ടിട്ടതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ മഴ പെയ്തു, അതൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2ാമത്തെ ദിവസം അമ്മയ്ക്ക് വയ്യാതായപ്പോൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഒരു 7 ദിവസം അവിടെ തന്നെയായിരുന്നു. അത് കാരണം കൊണ്ട് ഇത് അലക്കാനോ പിടിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. നമ്മളിവിടെ വന്നു പോയിട്ടില്ല, ഒറ്റത്തവണ വന്നിട്ട് വേഗം ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ട്. പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് ഡിസ്ചാർജായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വീടിൻ്റെ അകമൊക്കെ തുടയ്ക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അമ്മേനെ യൂറിൻ പാസ് ചെയ്യാൻ കൊണ്ടുപോകലും മോഷനും അതിനും ഇതിനൊക്കെ കൂടിയായിട്ട് എനിക്ക് അതിന്മേക്ക് ശ്രദ്ധ പോകണില്ല. കണ്ടാലും എനിക്കിതിൽ അത് കഴിഞ്ഞിട്ടും ഇത് വീട്ടിൻ്റെ അകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്നും നടക്കില്ല. വേറൊരാളില്ലല്ലോ ഇതൊന്നും പിടിക്കുക, അല്ലെങ്കിൽ നീ ഇത് ചെയ്യും ഞാനിത് ചെയ്യാമെന്ന് പറയാൻ വേറൊരാളില്ലാത്ത കാരണം കൊണ്ട് നമുക്കൊന്നും നടക്കണില്ല. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം കുളിക്കാൻ കയറിട്ടോ. കുളി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ വേഗം തന്നെ അടുക്കളയിൽ കയറിയിട്ട് മാഷിന് ചായ ഇട്ട് കൊടുത്തു കേട്ടോ. ചായ ഇട്ട് കൊടുത്തിട്ട് മാഷിന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം നുറുക്ക് കേട്ടോ. പക്ഷേ ഇപ്പം അമ്മയ്ക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ കുറേ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് വായിലെ തൊലിയൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് നീറുകയാണ്, വായ മൊത്തം കഴിക്കുകയാണെന്നും പറഞ്ഞിട്ട്. കാരണം മരുന്നിൻ്റെ കയ്പുണ്ട്, 2ാമത്തെ മരുന്ന് കഴിച്ചിട്ടുള്ളതിൻ്റെ ഒരു എഫക്റ്റ് കാരണം കൊണ്ട് വായിലെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. മറ്റേത് അമ്മയ്ക്ക് മുറുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് ഒരു ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. എന്നാലും അമ്മയ്ക്ക് കട്ടൻ ചായ കൊണ്ടു കൊടുത്തപ്പോൾ അപ്പോൾ ചേച്ചി വിളിക്കുകയെന്ന്, ചേച്ചിയോട് അമ്മ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കുടിച്ചോളാം പറഞ്ഞിട്ട്. നമ്മൾ കഴിക്കുന്ന ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരമൊന്നും ഇല്ലാത്ത ചായയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും മധുരമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, ശർക്കരയും ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം മാഷിന് ഷുഗറുള്ള കാരണം കൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ആൾക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ അത് കാരണം കൊണ്ട് നിർത്തി. വേണ്ട തേങ്ങ വേണം. പിന്നെ എന്താണ് കടയിൽ പോകുമ്പോൾ തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ മാങ്ങ വേണമെന്ന് ചോദിച്ചിട്ടാട്ടപ്പോൾ പിന്നെ പോകുമ്പോൾ അമ്മയ്ക്ക് അമ്മ ഈ മുറുക്കൊന്നും കഴിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ആൾ റസ്ക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാട്ടോ. കുറച്ച് ജംഗ്ഷനിൽ പോയിട്ട് റസ്ക്കും മേടിച്ചിട്ട് വരാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ വിളക്ക് വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മറത്ത് ഇങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഉലാത്തറുണ്ട് ആൾ. ഭയങ്കര കൊതുകാട്ടോ. ഈ മഴ തുടങ്ങിയ പിന്നെ ഭയങ്കര കൊതുകാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഈ ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഞാൻ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് വെക്കാറുണ്ട് കേട്ടോ. കാരണം ഈ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ വയ്യാത്ത ആൾക്കാർ, പ്രത്യേകിച്ച് അമ്മയ്ക്കൊക്കെ പോകുമ്പോൾ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് തളർന്നു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഡ്രസ്സ് അമ്മയാണെന്നുണ്ടെങ്കിൽ സെറ്റും മുണ്ടും പിന്നെ നമ്മുടെ പോലെയുള്ള പാൻറ്റീസോ കാര്യങ്ങളൊന്നും അല്ല യൂസ് ചെയ്യുക, പഴയ ആ ചിട്ടയിലാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അതൊക്കെ കൊണ്ട് അഴിച്ചിട്ട് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി, പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു നൈറ്റിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊക്കെ റെഡിയാക്കി കൊടുക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി വേഗം അടുക്കളയിൽ കയറി. അപ്പോൾ ഒരു പഴയിരിക്കുണ്ടായിരുന്നു, അതും കുത്തി കയറ്റിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ രാത്രി അമ്മയ്ക്കുള്ള ചോറുണ്ട്, പിന്നെ ഞാനിപ്പോൾ ചോറ് നിർത്തിയിട്ടുണ്ട് രാത്രിയിൽ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റവയും മൈദയും കൂടെ ഇട്ടിട്ടൊരു ദോശ ഉണ്ടാക്കാം. അങ്ങനെ നല്ലതൊന്നുമല്ല, പക്ഷേ പെട്ടെന്നായതുകൊണ്ട് എൻ്റെ അടുത്ത് ആട്ടപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ സ്റ്റോക്കുള്ളത് റവയും മൈദയും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ എന്നും ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും നമുക്കാണെങ്കിലും അതൊരു മടുപ്പാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് രണ്ടും കൂടെ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് രാവിലത്തെ ചമ്മന്തി ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ 2-3-4 ദോശ ഉണ്ടാക്കി രാത്രിയിൽ. ഞാനും മാഷും കൂടെ അത് കഴിച്ചു. അമ്മയ്ക്ക് ചോറും രാവിലത്തെ സാമ്പാറും കാര്യങ്ങളും. അപ്പോൾ അമ്മയ്ക്ക് കറി വേണ്ട, പച്ചക്കയും ഇതും കൂടെ പയറും കൂടെ ഇട്ടുള്ള കറി, അതും പിന്നെ തൈരും കൂടെ കൂട്ടിയിട്ട് അമ്മ കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ടോ. കാരണം എന്ത് കഴിച്ചാലും എരിവാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ രാവിലത്തെ ഇഡ്ഡലി ബാക്കി ഉണ്ടായിരുന്നു, ഞാനത് കഴിച്ചു. മാഷിന് ദോശ ഉണ്ടാക്കി. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ലോങ് വീഡിയോസ് ഇഷ്ടപ്പെടും.